ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു 38 ഇഞ്ച് ബോഡി മെഷർമെൻറ്റുള്ള ബ്ലൗസ് കട്ടിങ്ങിൻ്റെ രണ്ടാം പാർട്ടാണിത്. നമ്മൾ ഇതിൻ്റെ ആദ്യ പാർട്ട് ഭാഗം നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുക്കുന്നതാണ്. അത് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കറക്റ്റ് അളവനുസരിച്ച് നമ്മുടെ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ പാർട്ട് 2 ആയിട്ടാണ് ഈ ഒരു കട്ടിങ് വീഡിയോ ചെയ്യുന്നത്. കണ്ടോ, നമ്മളിതുപോലെ നമ്മുടെ ലൈനിങ് പീസിനെ നമ്മൾ നേരെ പകുതിയായി മടക്കി വെച്ചുകൊണ്ട് നമ്മൾ അടിവശത്ത് നേരെ ഒരു ലൈൻ കൊടുത്തുകൊണ്ട് നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്യുകയാണ് താവുവശം. ഇനി നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ ലെങ്ത്ത് നമ്മൾ 14.5 ഇഞ്ചാണ് എടുത്തിരുന്നത്. കണ്ടോ, അത് നമ്മൾ 1 ഇഞ്ച് കൂട്ടി 15.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. 15.5 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യുക. കണ്ടോ, 15.5 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു മാർക്കുകളെ ഇതുപോലെ കണ്ടോ ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുന്നു. രണ്ട് മാർക്കുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ കഴുത്തകലം മാർക്ക് ചെയ്യുന്നത് 2.25 ഇഞ്ചാണ്. ഇതുപോലെ 2.25 ഇഞ്ച് നേരെ താഴെയും വരയുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു മാർക്കുകളെ ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മൾ നമ്മുടെ ഷോൾഡർ വെക്കുന്നത് കണ്ടോ, ഈ ഒരു ഭാഗത്ത് നമ്മുടെ കഴുത്തകലത്തിന് ശേഷം നമ്മൾ വെക്കുന്നത് 3 ഇഞ്ചാണ്. കണ്ടോ, അപ്പോൾ ടോട്ടൽ 5.25 ഇഞ്ച്, 2.25 3 അങ്ങനെ 5.25 ഇഞ്ച്. കണ്ടോ, ഇതുപോലെ നേരെ ഇങ്ങനെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ എത്രയാണോ നമ്മൾ ഷോൾഡർ ടോട്ടൽ വെച്ചിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടിയും മാർക്ക് ചെയ്യുന്നു. കണ്ടോ, 5.25 തന്നെ കറക്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇവിടെയും 5.25 മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. കണ്ടോ, ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് 38 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുക, നമുക്ക് 42 ഇഞ്ച് കിട്ടും. 42ൻ്റെ 4/1 10.5 ഇഞ്ച് കണ്ടോ, പ്ലസ് ഒരു 1.25 ഇഞ്ച് തുന്നത്തുണി. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ അടിവശത്തുള്ള ലൂസ് 33 ഇഞ്ചാണ്. അപ്പോൾ 33ൻ്റെ 4/1 8.25. അതിൻ്റെ കൂടെ നമ്മൾ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി ഒരു 3/4 ഇഞ്ച്. അങ്ങനെ ടോട്ടൽ നമ്മൾ 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഒരു 1.25 ഇഞ്ച് നമ്മുടെ തുന്നത്തുണിക്ക് വേണ്ടി മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ ഈ ഒരു മാർക്കുകളെ ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക. കണ്ടോ, ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഇതിവിടെ ഒരു ലൈൻ കൊടുക്കുകയാണ് ഇങ്ങനെ ക്രോസിൽ. ഇനി നമ്മൾ ഇവിടെ നമ്മൾ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു, 1.25 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് വരഞ്ഞെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട് ഇറക്കി മാർക്ക് ചെയ്തുകൊണ്ട് ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മൾ നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മൾ മുകളിലുള്ള തുന്നത്തുണി മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു തുന്നത്തുണി മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ബ്ലൗസ് കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് 8.5 ഇഞ്ചാണ്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് കുറച്ചുകൊണ്ട് 8.25 മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവിടെ കണ്ടോ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ കണ്ടോ ഇങ്ങനെ കറക്റ്റായി കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കണ്ടോ, ഇതുപോലെ കറക്റ്റ് ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തും ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, ഇത് അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. കണ്ടോ, നമ്മൾ തുണിയെ ഇതുപോലെ വെക്കുന്നു. അതിനുശേഷം നമ്മൾ കണ്ടോ ഈ ഒരു കരവശങ്ങളെ ഇതുപോലെ വെച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബാക്ക് പീസിനെ ഇവിടെ വെക്കുക. കണ്ടോ, നമ്മൾ ഈ ഒരു ഭാഗം കണ്ടോ നമ്മുടെ ഈ ഒരു കരക്ക് ടച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഷോൾഡറും നമ്മുടെ തോൾവശവും കണ്ടോ വെച്ചത്. അപ്പോൾ അതുപോലെ വെച്ച് നമുക്ക് നല്ല ക്രോസ് കട്ടിങ് ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് പീസിൽ കട്ട് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഭാഗത്ത് നമ്മളൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സ്കെയിലിനെ ഇതുപോലെ കുത്തനെ വെക്കുന്നു. കണ്ടോ, ഇവിടെ നമുക്ക് 2.25 നമ്മൾ കഴുത്തകലം വെച്ചത്. 1/4 ഇഞ്ച് ഇപ്പോൾ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് 3 ഇഞ്ച് കിട്ടും. കണ്ടോ, അതേ 3 ഇഞ്ച് തന്നെയായിരിക്കണം നമുക്ക് കണ്ടോ മുകളിലും കിട്ടേണ്ടത്. അപ്പോൾ നമ്മളത് കറക്റ്റ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്, തുണി തെന്നി മാറി പോകാതിരിക്കാൻ വേണ്ടി. നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് വെച്ചിരിക്കുന്ന ആ ഒരു 1/4 ഇഞ്ചിലെ അത് നമ്മുടെ ഫ്രണ്ട് തീരെ നമ്മുടെ ലൂപ്പൊക്കെ ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ച്ചെടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു തുന്നത്തുണിക്ക് വേണ്ടിയാണ് നമ്മൾ 1/4 ഇഞ്ച് വെച്ചത്. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഒരു 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ വരഞ്ഞെടുക്കുക. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ വരഞ്ഞെടുക്കുന്നു.
ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു ബാക്ക് പീസിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു. കണ്ടോ 3/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 3/4 ഇഞ്ച് നമ്മുടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു 3/4 ഇഞ്ചാണ് കുറച്ച് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ മെയിൻ ഡാർട്സ്, നമ്മുടെ ബ്രേസർ കട്ടിൻ്റെ മെയിൻ ഡാർട്സിന് വേണ്ടി നമ്മളിത് 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. കണ്ടോ നമ്മുടെ ഈ ഒരു കപ്പിൻ്റെ മാർക്കിങ്ങിന് വേണ്ടിയുള്ള നമ്മുടെ മെയിൻ ഡാർട്സിന് വേണ്ടിയുള്ളതാണിത് 2.25 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ കോണിൽ നിന്ന് നമ്മൾ 4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്ത് വെക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം കണ്ടോ ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു മുകളിലുള്ള തുണി വിട്ടതിന് ശേഷം നമുക്ക് 5.25 നമ്മൾ അളവ് എടുത്തിരുന്നത്. ഇനി നമുക്ക് അതിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് കുറച്ചുകൊണ്ട് 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. കണ്ടോ ഇവിടെ കറക്റ്റ് 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. കണ്ടോ ഇവിടെ നമ്മൾ ഇതുപോലെ നല്ല ഷേപ്പോടുകൂടി കണ്ടോ നമ്മുടെ റൗണ്ട് ഷേപ്പോടുകൂടി ഇതുപോലെ ഇവിടെ വരഞ്ഞെടുക്കുന്നു. കണ്ടോ ഇങ്ങനെയാണ് വരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം. കണ്ടോ ഇതുപോലെ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ആ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു തുണി അവിടെ വെച്ചുകൊണ്ട് കണ്ടോ ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ ഇതുപോലെ കറക്റ്റ് നമ്മുടെ ആ ഒരു നമ്മുടെ ബാക്ക് പീസ് എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് അതേ അളവിൽ തന്നെ കണ്ടോ നമ്മുടെ ഈ ഒരു റഗാളൊക്കെ കണ്ടോ കറക്റ്റ് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു അളവ് കണ്ടോ നമ്മൾ ഇവിടെ വരെ മാത്രം കട്ട് ചെയ്യുക. കണ്ടോ ഇനി നമ്മൾ ഇവിടെ മാർക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പീസിനെ നമ്മുടെ ബാക്ക് പീസിനെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഇനി നമ്മുടെ മെയിൻ ഡാർട്സ് നമ്മുടെ ഫ്രണ്ടിൻ്റെ മെയിൻ ഡാർട്സ് മാർക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കണ്ടോ ഇവിടെ നിന്ന് നമ്മൾ നേരെ കുത്തനെ ടേപ്പിനെ പിടിക്കുന്നു. കണ്ടോ ഇതുപോലെ കുത്തനെ ടേപ്പിനെ പിടിക്കുക. കണ്ടോ കറക്റ്റ് നേരെ കുത്തനെ പിടിക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഡാർട്സിൻ്റെ ഇറക്കം നമ്മൾ അളവെടുത്തത് 10.5 ഇഞ്ചിലാണ്. കണ്ടോ ആ ഒരു 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. നമ്മൾ ആ ഒരു മാർക്ക് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കണ്ടോ ഇനി ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മൾ നമ്മുടെ ബാൻഡിന് വേണ്ടി നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 3.5 മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഡോട്ട് ഇട്ടുകൊണ്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ സ്കെയിലൊന്നും വെച്ച് വരയാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി കണ്ടോ ഈ ഒരു പീസിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മുടെ ഈ ഒരു ബാൻഡ് കണ്ടോ നമ്മളത് ക്രോസിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് നേരെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ അതേ ബാൻഡിൻ്റെ അതേ അളവിൽ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമ്മുടെ ബാക്ക് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം വരുന്ന പീസിൽ നിന്നാണ് നമ്മളിത് കട്ട് ചെയ്തത്. ഇത് നമ്മൾ കറക്റ്റ് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ആദ്യം ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ തീരെ തയ്ച്ചെടുക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മുടെ ബ്ലൗസിൻ്റെ അടിവശത്തുള്ള ഇടുപ്പളവ് നമുക്ക് 33 അതിൻ്റെ 4 8.25 മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളൊരു 1.25 ഇഞ്ച് തുന്നി. എന്നിട്ട് നമ്മൾ ഇതുപോലെ മുകളിലേക്ക് ക്രോസ് ചെയ്തുകൊണ്ട് ഇതുപോലെ കണ്ടോ ഇങ്ങനെ ചെരിച്ച് വരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ നമ്മുടെ അപ്പോൾ ബാൻഡ് കട്ട് ചെയ്തെടുക്കും. ഇനി നമ്മുടെ ബാൻഡിൻ്റെ കണ്ടോ നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ അടിവശത്ത് ഒരു 1/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ഫ്രണ്ട് ഭാഗത്താണിത്, സൈഡ് ഭാഗത്തല്ല. കണ്ടോ ഇതുപോലെ മാർക്ക് ശേഷം ഇവിടെ നമ്മളൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് പീസ്. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഡാർട്സിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ 2.25 ഇഞ്ചാണ് നമ്മുടെ മെയിൻ ഡാർട്സിൻ്റെ വീതി കൊടുത്തത്. അപ്പോൾ 1.25 പോയിന്റും കണ്ടോ 2 ഭാഗത്തേക്കും 1.25 പോയിന്റും കറക്റ്റ് മാർക്ക് ചെയ്താൽ നമുക്ക് 2.25 ഇഞ്ച് കിട്ടും. കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ സൈഡിൽ കണ്ടോ നമ്മൾ ഇവിടെ നിന്ന് നമ്മളൊരു 3/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. കണ്ടോ ഒരു 3/4 ഇഞ്ചാണ് നമ്മളിവിടെ മുകളിലേക്ക് മാർക്ക് ചെയ്ത്. എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്ക് കണ്ടോ നമ്മൾ ഈ ഒരു 1.25 പോയിന്റ് 2 വശത്തേക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് കണ്ടോ ഈ ഒരു ലൈൻ കൊടുക്കുന്നു. നമ്മൾ അതിൻ്റെ ഈ ഒരു ഡാർട്സിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കല്ല, നമ്മൾ ആ ഒരു 1.25 പോയിന്റ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്കാണ് കൊടുക്കുന്നത്. കണ്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ഇനി ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ഡാർട്സ് നമ്മുടെ സെൻട്രൽ ഡാർട്സ് കൊടുക്കുന്നത് ഇവിടെ നിന്നാണ്. കണ്ടോ ഇങ്ങനെ ഈ ഒരു ഡാർട്സിൻ്റെ നീളം നമ്മൾ വെക്കുന്നത് 3.25 ഇഞ്ചിലാണ്. ഇനി നമ്മൾ ഇവിടെ കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ ഇതുപോലെ വരയുന്നു.
എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മുടെ ധരിക്കുന്ന സമയത്തുള്ള നല്ല വൃത്തിക്കും നമ്മുടെ ഷേപ്പോട് കൂടി നിൽക്കുവാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഇനി നമ്മൾ മുകളിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട് ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്യുക. ഈ ഒരു പീസ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന്, നമ്മുടെ റെഗാളിൻ്റെ ഭാഗത്ത് നിന്ന് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമ്മളൊരു 1/2 ഇഞ്ചിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ നമ്മൾ തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് നമുക്കൊരു 1/2 ഇഞ്ച് പീസ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ഡാർസ് കണ്ടോ, നമ്മൾ ഇവിടെയാണ് വരിക. നമ്മുടെ തോൾ വശത്ത് നിന്ന് വരുന്ന ഡോട്ട്സാണത്. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കണ്ടോ ഇവിടെയൊക്കെ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ടോ നമ്മുടെ പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. കണ്ടോ, നമുക്കിപ്പോൾ തുണി കണ്ടോ, നമ്മുടെ ബാക്കി തുണി നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 സ്ലീവും കൂടെ കട്ട് ചെയ്യാൻ സൈഡിൽ നിന്ന് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതുപോലെ കണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ തുണിയെ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം, നമ്മുടെ ലെങ്ത്ത് കിട്ടുമോ എന്ന് നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാം. കണ്ടോ, ഇവിടെ നമുക്ക് ലെങ്ത്ത് കിട്ടുന്നുണ്ട്. ഇതുപോലെ നേരെ പകുതി മടക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ മടക്കുക. കണ്ടോ, നമ്മൾ 2 സ്ലീവും കൂടെ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെ മടക്കുക. കണ്ടോ, ഇതുപോലെ മടക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് 8 ഇഞ്ചായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടി 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് കണ്ടോ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടോ ഇവിടെ നമുക്ക് 6.25 ഇഞ്ച് കൈയുടെ താവിലുള്ള ലൂസ് വേണം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പീസിനെ കണ്ടോ ഇതുപോലെ തിരിച്ചു വെക്കുക. കണ്ടോ, നമ്മൾ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയില്ല, എന്നാൽ നമ്മൾ അതിനെ മാറ്റുന്നില്ല, അതുപോലെ തന്നെ തിരിച്ചു വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ ഇവിടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇത് നമ്മുടെ ഷോൾഡർ ഭാഗത്താണ്. ഇനി നമ്മൾ നമ്മുടെ സ്ലീവ് ലെങ്ത്ത് 8 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 8.5 ഇഞ്ച്. കണ്ടോ, നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത പോലെ തന്നെ നമ്മളിത് കറക്റ്റ്, പക്ഷേ ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. കണ്ടോ, 8.5 ഇഞ്ച്. ഇനി നമ്മളൊരു 1/2 ഇഞ്ച് നമ്മുടെ ലൈനിങ് നമ്മുടെ സ്ലീവ് തയ്ച്ചെടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇനി നമ്മൾ ഇവിടെ നമ്മുടെ കൈയുടെ താവിലുള്ള ലൂസ് മാർക്ക് ചെയ്യണം 6.25 ഇഞ്ച്. കണ്ടോ, 6.25 ഇഞ്ച് 13 അരിയുടെ നേർപകുതി 6.25 ഇഞ്ച് 1.25 ഇഞ്ച് തുന്നി. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് കിട്ടി. ഇനി നമ്മുടെ ഈ ഒരു റഗാൾ ഭാഗം നമ്മൾ ബോഡിയിൽ നിന്ന് കണ്ടെത്തുന്നതാണ്. നമ്മുടെ ബോഡി അളവ് 38 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് കുറക്കുന്നു, നമുക്ക് 35 ഇഞ്ച് കിട്ടും. 35ൻ്റെ 4/1 8.25. അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടി 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. കണ്ടോ, ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മളൊരു 3.5 ഇഞ്ച് നമ്മുടെ കൈയുടെ ഷേപ്പിന് വേണ്ടി കൊടുക്കുകയാണ്. 3.5 ഇഞ്ച്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 3.5 ഇഞ്ച് കൊടുക്കുന്നു. കണ്ടോ, എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. അപ്പോൾ കണ്ടോ നമ്മുടെ സ്ലീവ് കിട്ടുന്നത് കണ്ടോ. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മളൊരു അളവും കഴിച്ച് 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതേ 1.25 ഇഞ്ച് നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. കണ്ടോ, എന്നിട്ട് നമ്മൾ ഇതുപോലെ അല്പം മുകളിലേക്ക് ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. കണ്ടോ, നമ്മുടെ ഈ ഒരു റഗാളിൻ്റെ ഈ ഒരു അളവ് കണ്ടോ നമ്മൾ ബോഡിയിൽ നിന്ന് കണ്ടെത്തിയതാണ്. അപ്പോൾ നമുക്കത് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ കട്ടിങ്ങിൽ അത് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇതുപോലെ ബാക്ക് പീസാണ് എടുക്കുന്നത്. നമ്മൾ മുകളിലുള്ള അറ്റാച്ചിങ് തുന്നത്തുണി അത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തുകൊണ്ട് വെക്കുന്നു. ഇനി നമ്മളിവിടെ നമ്മുടെ ബോഡി ലൂസിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരളവാണത്. ഇനി നമ്മൾ ആ ഒരു അളവിനെ നമ്മൾ അറ്റാച്ചിങ് തുന്നത്തുണി ഇതുപോലെ മുകളിലേക്ക് മാർക്ക് ചെയ്ത് വിടുന്നു. അതിനുശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി നമ്മളിങ്ങനെ സ്ലീവ് ചെയ്ത് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ കൂടി നമ്മുടെ റഗാളിനെ പിടിച്ചുകൊണ്ട് ഇതുപോലെ വരിക. കണ്ടോ, നമുക്ക് കിട്ടുന്നുണ്ടോ ആ ഒരു മാർക്കിൽ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗം കണ്ടോ നമ്മൾ ഇതുപോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് ആ പീസ് കണ്ടോ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തുകൊണ്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, നമുക്ക് ഈ ഒരു തുണിയിൽ നമ്മൾ 2 സ്ലീവും കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ. ആദ്യം നമ്മൾ ഇതേ മടക്കിയപ്പോൾ നമുക്ക് സ്ലീവ് കിട്ടില്ലായിരുന്നു. എന്നാൽ കണ്ടോ നമ്മൾ ആ ഒരു മാർക്കിംഗ് പൊസിഷൻ മാറ്റിയ സമയത്ത് നമുക്ക് കിട്ടുന്നത് കണ്ടോ. നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ്. ഇനി നമ്മൾ മുകളിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. കണ്ടോ, നമ്മൾ ആ ഒരു താവിൽ നമ്മൾ ആ ഒരു മാർക്കിൽ നിന്നാണ് 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത്. ഇനി നമ്മൾ ഈ ഒരു പീസ് ഇവിടെ നിന്ന് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഫ്രണ്ട് ഭാഗത്ത് നിന്നാണ് കട്ട് ചെയ്യുന്നത്. ഈ ഒരു മാർക്ക് കണ്ടോ നമ്മൾ ആ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യില്ല, ആ ഒരു മാർക്ക് വരെ മാത്രമേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ. കണ്ടോ, എന്നിട്ട് നമ്മൾ ഇതുപോലെ വെച്ചുകൊണ്ട് നമ്മുടെ ബാക്ക് പീസിൽ നിന്നും കണ്ടോ നമ്മുടെ ഈ ഒരു പീസിൻ്റെ കണ്ടോ നമ്മുടെ ബാക്ക് പീസിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടി നമ്മൾ ആ ഒരു ഷേപ്പ് കറക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി